ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഏകദേശം 9 വർഷക്കാലമായിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ളത് ആഭ്യന്തര വകുപ്പാണ്. പോലീസിൻ്റെ എന്താ പറയുക എക്സസീവ് ആയിട്ടുള്ള ഫോഴ്സ് ഉപയോഗിക്കുക, എക്സസ് ഫോഴ്സ് ഉപയോഗിക്കുന്ന ഉൾപ്പെടെ പോലീസിൻ്റെ ജനാധിപത്യപരമല്ലാത്ത ഈ നൂറ്റാണ്ടിൽ 2024 ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാടത്തം എന്നെനിക്ക് പറയാമോ എന്ന് എനിക്കറിയില്ല. കാരണം കാടിന് കുറേ കൂടി ബെറ്റർ റൂൾസ് ഉണ്ട്. അതിനേക്കാളൊക്കെ മൃഗീയമായ രീതിയിൽ മനുഷ്യനെ ആക്രമിക്കുന്ന പോലീസിനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ സമ്മേളനങ്ങൾ ഞാനധികം കേട്ടില്ല, പക്ഷെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിനുൾപ്പെടെ അല്ലെങ്കിൽ താഴത്തോട്ട് നടന്ന സമ്മേളനങ്ങളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും ഏറ്റവും കൂടുതൽ പഴി കേട്ടത് പോലീസിനെ വെച്ചിട്ടാണ്. പക്ഷെ ഇത്രമാത്രം പഴി കേട്ടിട്ടും ഇത്രമാത്രം സംഭവങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും എന്താ പറയുക ആവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ പോലീസ് സേനയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നത് മുഖ്യമന്ത്രി ഏറ്റവും വലിയ പരാജയമാണ് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ്. നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏരിയ സെക്രട്ടറി പറഞ്ഞ ഇതിന് വേണ്ടിയിട്ട് പോലീസിൽ എടുക്കേണ്ട നടപടി, അത് സ്ത്രീകളെ ആക്രമിച്ചതിൻ്റെയും ദളിതിനെ ആക്രമിച്ചതും ഉൾപ്പെടെ അവർക്കെതിരെ വധശ്രമ കേസ് ഉൾപ്പെടെ ചാർജ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ അതിനെ കുറേയെങ്കിലും അംഗീകരിക്കുന്ന CPM ഏരിയ സെക്രട്ടറിയുടെ നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യാം. പക്ഷേ നവീൻ ബാബു കേസിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എടുത്ത നിലപാട് പോലെ ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റായും അത് പാർട്ടിക്കകത്തെ ആവശ്യവും മാത്രമായി ചുരുങ്ങിപ്പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ ബഹുമാനായ ഏരിയ സെക്രട്ടറി നാളെ നടപടി നേരിടാതെ വരട്ടെ എന്ന് മാത്രം ഞാൻ ആശിക്കുകയാണ്. ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ഈ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കുറ്റക്കാരായിട്ടുള്ള പോലീസുകാരെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നിലപാടാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗുണ്ടകൾ വളർന്നു വരുന്നത്, ഗുണ്ടകൾ കാരണം മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല, ഗുണ്ടകൾ കാരണം പോലീസിനും ഇറങ്ങാൻ കഴിയുന്നില്ല. നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം തട്ടുകടയിലിട്ടൊരു പോലീസുകാരനെ ചവിട്ടുന്ന ചവിട്ട്. അപ്പോൾ പോലീസിന് പോലും ഗുണ്ടകളെ പേടിക്കേണ്ട കാലമാണ്. കോട്ടയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, ഒരാളെ തല്ലിക്കൊന്നിട്ട് കോട്ടയം പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൊണ്ടുവന്ന് ഗുണ്ടകൾ ഇട്ടിട്ട് അവിടെ നിന്ന് കൊലവിളി നടത്തിയതും ആ വാതിലടച്ച് ഒരു ജനൽ തുറന്ന് പോലീസ് അവിടെ നിന്ന് ഗുണ്ടകൾ പോയോ എന്ന് അരമണിക്കൂർ കാത്തു നിന്ന ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. ഈ തിരുവനന്തപുരത്ത് ആളുടെ കാല് വെട്ടിയിട്ട് ബൈക്കിൽ കാലും കൊണ്ട് പ്രകടനം നടത്തിയ ഗുണ്ടകളെ നമുക്ക് ഓർമ്മയുണ്ട്. ഗുണ്ടകൾ ഇപ്പം ആവേശം സിനിമയുടെയൊക്കെ മാതൃകയിൽ, ആവേശമാണെന്ന് എനിക്ക് തോന്നുന്നു, സിനിമയുടെ മാതൃകയിൽ പുറത്ത് പൊതുസ്ഥലത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പത്തനംതിട്ടയിൽ തന്നെയാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഏറ്റവും വലിയ കാപ്പ കേസുള്ള പ്രതിനിധികളെ വരെ ഈ പാർട്ടിയിലേക്ക് ആനയിച്ചത്. അപ്പൊ പോലീസുമായിട്ട് ഗുണ്ടകൾക്കുള്ള നെക്സസ് ബന്ധം വളരെ വലുതാണ്. ഇപ്പൊ അഭിലാഷ്, പത്തനംതിട്ടയിലെ ദൃശ്യം കണ്ടാൽ നമുക്കറിയാം, ഈ പോലീസ് ആർക്കോ വേണ്ടിയിട്ട് വന്ന് ചെയ്യുന്നതാണ്. ബാറിനകത്ത് അടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് അടി കിട്ടിയാൽ പോലീസിന് ഇത്ര ശുഷ്കാന്തി ഇല്ലല്ലോ. ബാറിൽ അകത്തെന്തോ സംഘർഷം ഉണ്ടായി എന്നുള്ളതിന്റെ പേരിൽ ഇത് ഏതാണ്ട് 144 നിലനിൽക്കുന്ന സ്ഥലത്ത് പോലും ചെയ്യാൻ കഴിയാത്ത അതേ രീതിയിൽ ആർക്കോ വേണ്ടി ആരുടെയൊക്കെയോ ഉത്തരവ് പാലിക്കാൻ വേണ്ടി ആക്രോശത്തോടെ വരുന്ന പോലീസും അവിടെ നിന്ന് ചാടി ഇറങ്ങി സിനിമാ സ്റ്റൈലിൽ വഴി കാണുന്നവരെ മർദ്ദിക്കും. ആരാണ് ഈ പോലീസിന് ആഭ്യന്തരമന്ത്രിയേക്കാൾ അത്രമാത്രം വലിയ വിധേയത്തോടുകൂടി ആ ബാറിനെ സംരക്ഷിക്കേണ്ട ചുമതല കൊടുത്തിരിക്കുന്നത് ആരാ? ആ ബാറിന്റെ മുതലാളിയാണോ? ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പലതരത്തിൽ നേരത്തെ ഒരു വിദ്യാർത്ഥിയെ ആക്രമിച്ചതുൾപ്പെടെ ഒട്ടേറെ കേസുകൾ ഈ ഇതിനെതിരെ ഉയരുന്നുണ്ട്. അദ്ദേഹം ആക്ഷൻ ഹീറോ ബിജു ഒക്കെ കണ്ട് വലിയ രീതിയിൽ ഒരു ഉത്തേജിതനായ ഒരു ഉദ്യോഗസ്ഥനാണെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ആരാണ് ഈ സർക്കാരിന്റെ പോലീസിനെ നിയന്ത്രിക്കുന്നത്? പോലീസ് നിരന്തരമായിട്ട് കിളിക്കൊല്ലയിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ, കിളിക്കൊല്ലൂരിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പോലും മർദ്ദനമേക്കേണ്ടി വന്നില്ലേ? ഈ ഗവൺമെന്റ് വന്ന് തുടങ്ങിയ സമയത്തല്ലേ തൃശ്ശൂരിൽ ഒരു കുട്ടി ആക്രമിക്കപ്പെട്ട ഒരു ദളിത് വിദ്യാർത്ഥി മുടി വളർത്തിയതിന്റെ പേരിൽ പോലീസിന്റെ അതിക്രമം നേരിട്ടതും അതിനുശേഷം ആത്മഹത്യ ചെയ്യേണ്ടി വന്നതും? വിനായകൻ. അതുപോലെ തന്നെയാണ് എറണാകുളം ജില്ലയിലാണ് ശ്രീജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലീസ് കയറി ആക്രമിച്ചത്. അന്ന് എന്താ പറഞ്ഞത്? ആള് മാറിപ്പോയി എന്നല്ലേ പറയും. ഇപ്പോഴും പറയുന്നത് ആള് മാറിപ്പോയി എന്നല്ലേ. ആലുവയിൽ പർവീൻ ആ കുട്ടി ആത്മഹത്യ ചെയ്താരാ? CIയുടെ പേരെഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. ആ CI ഇന്നും സർവീസിലുണ്ട്. കിളിക്കരൂരിലെ പോലീസ് ഇപ്പോഴും സർവീസിലുണ്ട്. കേരളത്തിൽ പോലീസിനെതിരെ നടപടികൾ എടുക്കുന്നത് വെറുതെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമായി മാറുന്നു.
പോലീസ് അത് മഫ്തിയിൽ പോലും വന്നിട്ട് ഈ നടത്തിയ അതിക്രമത്തെ ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി കാണാൻ കഴിയില്ല. അവരെ മഫ്തിയിലുള്ള സാധാരണ സിവിലിയൻസിനെ ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്താൽ എങ്ങനെയാണോ നേരിടേണ്ടത് അതേ നിയമം ഉപയോഗിച്ചുകൊണ്ട് അതേ രീതിയിൽ വധശ്രമത്തിനുള്ള കേസെടുത്തുകൊണ്ട് അവർക്കെതിരെ നടപടി പോകണം. അതില്ലെങ്കിൽ ആ മനുഷ്യർക്ക്, സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്ക് നീതി ലഭിക്കില്ല, ഈ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് കണക്ക് കൂട്ടേണ്ടി വരും. ഒന്ന് ബഹുമാനപ്പെട്ട എൻ്റെ CPM പ്രതിനിധി പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുള്ളത്, പോലീസ് തെറ്റുകൾ കാണിക്കുമ്പോൾ പോലീസ് ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധവും അല്ലെങ്കിൽ പോലീസിന്റെ മൊറാലിറ്റിക്ക് തന്നെ ചേരാത്ത രീതിയിലുള്ള നടപടിയെടുക്കുമ്പോൾ ആ വകുപ്പിന്റെ മേധാവിയെയും അത് ഭരിക്കുന്ന പാർട്ടിയെയും കുറ്റപ്പെടുത്തുക എന്നുള്ളതും ചോദ്യം ചെയ്യുക എന്നുള്ളതും ജനാധിപത്യപരമായിട്ടുള്ള. പോലീസിന് പല പ്രശ്നങ്ങളുണ്ട് അഭിലാഷേ. കഴിഞ്ഞ കാലത്ത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്ര പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങളൊരു കണക്കെടുത്ത് നോക്കൂ. ഉണ്ടല്ലോ കണക്ക്, അതെടുത്തൊന്ന് നോക്കൂ. പോലീസ് അനുഭവിക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ്. ഇവിടെ ശ്രീ ജയേന്ദ്രൻ സൂചിപ്പിക്കേണ്ട SHO ഒരു പോലീസിന്റെ അതോറിറ്റിയിലേക്ക് മാത്രം വരുത്തി വലിയ കൺഫ്യൂഷനാണ്. നേരത്തെ അവിടുത്തെ SI എടുത്തിരുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ SIക്ക് തീരുമാനം എടുക്കാൻ കഴിയാത്ത സാഹചര്യം. അതിന് മേലെ SHO നിൽക്കണം. ഒരൊറ്റ പോലീസ് സ്റ്റേഷന്റെ ഭരണത്തിന് വേണ്ടിയിട്ടാണ്. SIയും SHOയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് പല പോലീസ് സ്റ്റേഷനുകളിലും നടക്കുന്നത്. അങ്ങനത്തെ പ്രശ്നം, പോലീസിനുണ്ടാകുന്ന മാനസികമായ സമ്മർദ്ദമുള്ള വിഷയം, ഇതെല്ലാം കാരണമായിരിക്കും. അങ്ങനെ നിൽക്കുകയാണ്. അത് എല്ലാം ഇതിനകത്ത് പ്രതിഫലിക്കും. ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർ മുതൽ ഇങ്ങോട്ടേക്കുള്ളത് എല്ലാം വരും. പിന്നെ CPM പറഞ്ഞ കാര്യം, ഇപ്പൊ പറയുന്നത് പിണറായി വിജയൻ പോലീസ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും എല്ലാം പരിരക്ഷ കൊടുക്കുന്നവരാണ്. നമ്മൾ കണ്ടല്ലോ, പറവൂര് ഒരു കുറ്റവാളി നിരന്തരമായിട്ട് മയക്കുമരുന്ന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു കുറ്റവാളി ഞങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ ചെന്ന് സമീപിച്ചതിന് ശേഷം എന്തു ചെയ്തു? ആ കുറ്റവാളിയല്ലേ 3 പേരെ വെട്ടിക്കൊന്നത്, തലക്കടിച്ചു കൊന്നത്? എന്തു ചെയ്തു പോലീസ്? ഈ കുറ്റവാളിയെ കൃത്യമായിട്ട് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞ് പോലീസിനെടുത്തല്ലോ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ നോർത്ത് പറവൂരിലെ പോലീസ് സ്റ്റേഷന് പറ്റിയോ? നെന്മാറയിൽ ജനങ്ങൾ കൂട്ടപ്പരാതി കൊടുത്തു. നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു മനുഷ്യനെതിരെ, അതും കൊലപാതക കുറ്റം കഴിഞ്ഞ് പരോളിലിറങ്ങിയ മനുഷ്യനെതിരെ മാസ് പെറ്റീഷൻ കൊടുക്കുകയാണ്. ആ കൊലപാതകത്തിന് നേരത്തെ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആ കുട്ടി ഉൾപ്പെടെയുള്ളവർ ചെന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇയാൾ മൂലം ഉണ്ടാകുന്നു എന്ന് പറയുകയാണ്. അയാളെ നിങ്ങൾ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തത് കൊണ്ടാണോ ആ 2 പേര് അവിടെ മരണപ്പെടേണ്ടി വന്നത്? 10 ദിവസത്തെ ഇടവേളയ്ക്കുള്ളിൽ ഈ 2 സംഭവം ഉണ്ടായിട്ടും പറവൂരിൽ നിന്ന് നടന്നത് സംബന്ധിച്ച് പോലീസ് പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഈ പോലീസിന്റെ കഴിവുകേട് മറ്റെന്തെങ്കിലും കാണണോ? പിന്നെ നോക്കൂ, കൂത്താട്ടുകുളം ഒരു സ്ത്രീയെ പൊതുവഴിയിലിട്ട് മാനഭംഗപ്പെടുത്തുന്ന രീതിയിൽ വസ്ത്രാക്ഷേപം നടത്തി അവർക്ക് തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. പോലീസിന്റെ റിപ്പോർട്ട് വന്നല്ലോ, ആ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന്. ഒരു സ്ത്രീയെ, അതും ജനപ്രതിനിധിയായിട്ടൊരു സ്ത്രീയെ പട്ടാപ്പകൽ പൊതു മധ്യത്തിലിട്ട് എന്താ പറയുക വസ്ത്രാക്ഷേപം നടത്തുകയും അധിക്ഷേപം നടത്തുകയും ചെയ്തിട്ട് നോക്കിക്കൊണ്ടു നിന്ന അതിന് സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത പോലീസിന്റെ എന്ത് നടപടിയെടുത്തു? എന്ത് നടപടിയാ ഈ പറയുന്ന നെന്മാറയിലെ പോലീസ് എടുത്തത്? എന്ത് നടപടിയാ പറവൂര് പോലീസ് എടുത്തത്? കിളിക്കൊല്ലൂരുണ്ടായ സംഭവത്തിൽ എന്ത് നടപടിയെടുത്തു? വിനായകനെ കൊന്ന വിഷയത്തിൽ എന്ത് നടപടിയെടുത്തു? മോഫിയ പർവീനെ എഴുതി വെച്ചതിന് ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ടോ? എന്ത് നടപടിയെടുത്തു? ഇവരെല്ലാം ഈ പോലീസ് സേനയിലല്ലേ? എന്നിട്ട് ബഹുമാനപ്പെട്ട CPMന്റെ പ്രതിനിധിക്ക് ആ CPMന്റെ നേതൃത്വ മന്ത്രിയെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തുമ്പോൾ പൊള്ളിയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഇതിന് മറുപടി പറ. നിങ്ങളുടെ തൊട്ടപ്പുറത്തല്ലേ 2 ദിവസം മുമ്പ് ഒരു ഗുണ്ട പോലീസിനെ ചവിട്ടി വീഴ്ത്തി കൊന്നു കളഞ്ഞത്? എന്ത് നടപടിയുണ്ട്? കോട്ടയത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പോലീസുകാര് സാക്ഷി നിൽക്കെ കഞ്ചാവ് കച്ചവടം നടത്തുന്ന ഗുണ്ടാ സംഘങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, കേക്ക് കട്ട് ചെയ്യുന്ന ഗുണ്ടാ സംഘങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. എവിടെയാ പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി? എന്ത് നടപടിയെടുത്തു? ഒന്നും ചെയ്തിട്ടില്ല. വെറും വാഴയെ പോലെ ഒരു മന്ത്രി ഇരുന്നാൽ ഇതല്ല ഇതിനപ്പുറം നടക്കും. ഇന്നത്തെ പോലീസിനെ ഭരിക്കുന്നത് മുഴുവൻ CPMന്റെ ഏരിയ സെക്രട്ടറിമാരാണ്. ഇന്ന് പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത്, പോലീസിന്റെ ജില്ലാ നേതൃത്വത്തെ ഭരിക്കുന്നത് ജില്ലാ കമ്മിറ്റികളാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയാണ്. P. ശശി എന്ന് പറയുന്ന ഒരു ഉപജാപക സംഘത്തിന്റെ നേതാവ്